ഓരോ വർഷവും കഴിഞ്ഞു പോകുമ്പോൾ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് കേട്ടില്ല, എടുക്ക ഒരു മിനിറ്റ്, ഞാൻ മൈക്കില്ല, ക്ലാസ് റൂമിൽ മൈക്കില്ല. എന്താ? പോയിക്കോളി, ക്ഷമിക്കണം. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ദിവസങ്ങളായി, മാസങ്ങളായി, ആഴ്ചകളായി, നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളുമായി ഒരുപാട് കാലം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതുവർഷത്തിന്റെ തുടക്കത്തിൽ എന്ത് നേടി എന്നൊരു ചോദ്യം തീർത്തും പ്രസക്തമാണ്. ബാല്യകാലം കഴിഞ്ഞ് കൗമാരം പിന്നിട്ട് യുവത്വത്തിലൂടെ സഞ്ചരിച്ച് യുവ ദശയുടെ ഏറ്റവും പാരമ്യതയിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് വാർദ്ധക്യത്തിൽ എത്തി പിന്നീട് മരണത്തിലേക്ക് അടുക്കുന്ന ആ ഒരു പ്രക്രിയ സത്യം പറഞ്ഞാൽ ഓരോ വർഷവും കഴിയുമ്പോൾ നമ്മളുടെ ആയുസ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ള വകയൊക്കെ എനിക്ക് ഉണ്ട് എന്നതാണ്. ഓരോ നിമിഷവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊരു ചിന്തയാണ് സത്യം പറഞ്ഞാൽ പുതിയൊരു വർഷം നമുക്ക് തരുന്നത്. നമ്മുടെയൊക്കെ ആയുസ്സിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഓരോ താളുകളും ചീന്തി വലിച്ചെറിയുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ആ ഒരു ബോധം നമ്മുടെ ബോധമണ്ഡലങ്ങളെ തേടിയെത്താറുണ്ടോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. എങ്ങനെയൊക്കെയൊക്കെ സുഖമായി സുഭിക്ഷമായി ജീവിക്കണം, അത്യാവശ്യ സ്വത്തും സമ്പാദ്യമൊക്കെ വേണം, മക്കളെ കെട്ടിച്ചു വിടണം, വീട് പുരപ്പണിയൊക്കെ നടത്തണം, അത്യാവശ്യം അയൽവാസിയുടേതിനേക്കാൾ ഏറ്റവും വലിയ വീടുണ്ടാക്കണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് നമ്മൾ ഇങ്ങനെ ഓടി നടക്കുന്നത്. അതങ്ങനെയാണ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടേതായ മാനിഫെസ്റ്റോയിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘടകം അതാണോ? ഈ ആയുസ് കഴിഞ്ഞു തീരുമ്പോ അതല്ല കവി പറഞ്ഞത്, ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായിഖുൻ വസവാനി. ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. സമയത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ വിശ്വാസിയുടെ ഹൃദയങ്ങളിൽ എല്ലാ സമയത്തും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കണം. സമയമാണ് പ്രധാനം. അതുകൊണ്ടാണല്ലോ വലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത് കേട്ടോ. ഇന്നമാ അനദ്ദഹർ, നിങ്ങൾ എന്താ വിചാരിച്ചത്? കാലം ഞാനാണ്, നിങ്ങൾ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. നഈബു സമാനനാ വൽ ഐബു ഫീനാ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. കാലത്തിന്റെ കെടുതിയെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കാറുണ്ട്. പിന്നെ വരപ്രഘോഷണങ്ങളും ഗിരിപ്രഭാഷണങ്ങളും ഒക്കെയായി നമ്മൾ പേജുകൾ തോറും കവലകൾ തോറുമൊക്കെ നമ്മൾ പറയാറും ഉദ്ഘോഷിക്കാറുമൊക്കെ ഉണ്ട്. പക്ഷെ ശാഫിഈ ഇമാം പറയാണ് വൽ ഐബു ഫീന, സത്യം പറഞ്ഞാൽ പ്രശ്നം അകത്താണ്.
ഞാൻ ഓർത്തു പോവുകയാണ്, മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രം രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരു ദിവസം തന്റെ സൂചി നഷ്ടപ്പെട്ടു. തന്നെ തുന്നാൻ ഉപയോഗിച്ചിരുന്ന സൂചി നഷ്ടപ്പെട്ടു. മഹദി തന്റെ സൂചി തെരഞ്ഞു നോക്കിയിരുന്നത് തന്റെ വീടിന്റെ പുറത്തുള്ള മുറ്റത്തായിരുന്നു, പോർട്ടിക്കോവിലായിരുന്നു. ആളുകളൊക്കെ ഓടിക്കൂടി. മഹദിയായ ഒരു ധീരയായ വനിത, റബ്ബിൽ മാത്രം ആഗ്രഹിച്ചും സഫലീകരണങ്ങൾ പൂർത്തീകരിച്ചുമൊക്കെ ജീവിച്ച മഹാമനീഷികളുടെ കൂട്ടത്തിലെ ഉത്കൃഷ്ടയായ വനിത റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയോട് ആളുകൾ കൂടി ചോദിച്ചു, മഹദി എന്താണ് നിങ്ങൾ തിരയുന്നത്? കാരണം അവർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരയാൻ ഞങ്ങളും കൂടാം എന്നുള്ള ഒരു മനോഗതിയിലായിരുന്നു ആളുകൾ ചോദിച്ചത്. മഹദി മറുപടി പറഞ്ഞു, എന്റെ സൂചി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ തുന്നാൻ ഉപയോഗിച്ചിരുന്ന എന്റെ വസ്ത്രം തുന്നാൻ ഉപയോഗിച്ചിരുന്ന അതിന്റെ സൂചി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത ചോദ്യം വന്നു, നിങ്ങളുടെ സൂചി നഷ്ടപ്പെട്ടത് എവിടെയാണ്, ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് അവിടെ പോയി തപ്പാലോ. അപ്പൊ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. അത് കേട്ടുനിന്ന ആളുകൾക്കൊക്കെ വളരെ സംശയം ജനിപ്പിച്ചു. മഹദി പറഞ്ഞു, എന്റെ സൂചി നഷ്ടപ്പെട്ടത് എന്റെ വീടിന്റെ അകത്താണ്. ഈ സായാഹ്ന സമയത്തിൽ വീടിന്റെ അകത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് വെളിച്ചമുള്ള പുറത്ത് ഞാൻ എന്റെ സൂചി തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. വല്ലാത്തൊരു മറുപടിയാണ്. ആളുകൾ വിചാരിച്ചു ഈ മഹതിയായ വനിതക്ക് തന്റെ സ്വതസിദ്ധമായ ശക്തിയും അവരുടെ കഴിവുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് കരുതി. ഇത് സംഭവം വേറെയാണെന്ന് കരുതിക്കൊണ്ട് അവർ തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളിവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ എല്ലാവരെയും വിളിച്ചു വരുത്തി. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അവരോട് പറഞ്ഞു, പിന്നെ ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല, ഞാനത്ര പോരാത്തവളൊന്നുമല്ല. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തെ ഞാനിവിടെ ചികഞ്ഞന്വേഷിക്കുകയായിരുന്നു. നിങ്ങളുടെ ഉൾത്തടം, നിങ്ങളുടെ മനസ്സ് എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ കൊതിക്കുന്നത്, മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ തുടർന്ന് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ പ്രവർത്തനമാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ്, നിങ്ങളുടെ തനി സ്വരൂപമായ ആത്മാവ്, അതിനെ നിങ്ങൾ തിരയുന്നത് നിങ്ങളുടെ ബോഡിക്ക് പുറത്താണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിന് പുറത്താണ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തിരയുന്നത്. സത്യത്തിൽ നിങ്ങൾ തിരയേണ്ടത് നിങ്ങളുടെ ബോഡിക്കകത്താണ്. ഹൃദയത്തിലാണ് നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ആത്മാവിനെ തിരയേണ്ടത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഒരു അവസ്ഥയിലാണ്. പുതിയൊരു വർഷം വരുമ്പോ, പുതിയൊരു സുപ്രഭാതം വന്ന് നമ്മളെ വരവേറ്റ് പുതിയ രാത്രികളും പുതിയ പകലുകൾക്കുമായി നമ്മൾ കാത്തിരിക്കുമ്പോ സ്വത്വബോധം നഷ്ടപ്പെട്ട ആളുകളായി, ആത്മാവില്ലാത്ത ആളുകളായി, ചേതനയറ്റ ശരീരമായി, ആത്മീകമായി ചിന്തിക്കാനോ ആലോചിക്കാനോ ഭാവിയിലേക്ക് ഉള്ള ഒരു സഫല യാത്രയെക്കുറിച്ച് തയ്യാറെടുക്കാനോ നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല എന്നതാണ് ഏറെ ശരി. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഈ ഒരു സമയത്ത് നമ്മളേറെ ശ്രദ്ധിക്കുകയും നമ്മുടെ ഓർമ്മയിൽ വെക്കുകയും ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ നിഷ്പ്രഭമാണ്, ഏത് സമയത്തും അവസാനിക്കാൻ പോകുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ നമ്മളെയൊക്കെ കിടത്തി നമ്മുടെ വീടിന്റെ പൂമുഖത്ത് കരഞ്ഞു നിൽക്കുന്ന ഉമ്മയുടെയും ബാപ്പയുടെയും ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ സാമീപ്യത്തിലായി വീട്ടിന്റെ പൂമുഖത്തേക്ക് വെള്ളത്തുണിയിൽ കോറത്തുണിയിൽ പൊതിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടവരായി മുന്നിലേക്ക് കൊണ്ടിരുത്തുന്ന ആളുകളാണ്. കാലം
പിന്നെ പണ്ട് കവി പറഞ്ഞ മാതിരി പിന്നെ നിളാനദിയിൽ പിന്നെയും ജലം ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ജലം ഒഴുകും, കാലം കഴിയും. പക്ഷേ there is one question, ഒരു ചോദ്യമാണ്, എന്താണ് നമ്മൾ ജീവിതത്തിൽ നേടിയത്? ഇത്രയും കാലം ജീവിത സബരിയിൽ നമ്മൾ നേടിയെടുത്തത് എന്താണ് വാട്ട് ദ ബെനഫിറ്റ്? എന്ത് ബെനഫിറ്റാണ് നമ്മൾക്ക് കിട്ടിയത്? എന്ത് പ്രൊഡക്റ്റാണ് നമ്മൾ നിർമ്മിച്ചത്? ഇത്രയും കാലം ആയുസ് പടച്ച തമ്പുരാൻ തന്നിട്ട് ഈ ആയുസ് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ കാണിക്കാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്വയം വിചാരണ നടത്തേണ്ടത്. ഒന്നും ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അള്ളാഹു തന്ന ഈ വലിയ അനുഗ്രഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ അനുഗ്രഹം റബ്ബ് നമുക്ക് ചെയ്തു തന്നത്. റബ്ബ് ചെയ്തു തന്ന ഈ അനുഗ്രഹം ഇത് വലിയൊരു അനുഗ്രഹമല്ലേ? മഹാനായ ഇമാമുൽ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലേ, വമിമ്മാ സാദനി ശറഫൻ വതീഹ. അത് ഇയാളിന്റെ ഏറ്റവും മനോഹരമായ വരി, എന്നെ ഏറെ ചിന്തിപ്പിച്ചൊരു വരിയാണ്. വമിമ്മാ സാദനി ശറഫൻ വതീഹൻ വകിത്തു ബിഅഖ്മസി അതഅസ്സുറയ്യ. എനിക്ക് വല്ലാത്തൊരു ഷറഫ് തോന്നുകയാണ്, അഭിമാനം തോന്നുകയാണ്, വല്ലാത്തൊരു ആഢ്യത്വം തോന്നുകയാണ്, വല്ലാത്തൊരു ഫളല് തോന്നുകയാണ്. വകിത്തു ബിഅഖ്മസി അതഅസ്സുറയ്യ. എനിക്ക് അഭിമാനം വന്ന് അഭിമാനത്തിന്റെ കൊടുമുടിയിൽ ഞാനെത്തി. കാർത്തിക നക്ഷത്രത്തിൽ എന്റെ കാല് ചെന്ന് പതിക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എന്താണതെന്നറിയോ? ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്ന വലിയ പണ്ഡിതനാണ്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി. പടച്ചവനെ, നീ ഞങ്ങളെ എന്റെ അടിമകളെ എന്ന് വിളിച്ചില്ലേ? യാ ഇബാദ് എന്ന നിന്റെ വിളി, അത് മതി ഞങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ, ഞങ്ങൾക്ക് ആത്മാഭിമാനം കൊള്ളാൻ, ജീവിതത്തിൽ ഏറ്റിയവരാണെന്ന് തോന്നാൻ പടമ്പുരാൻ ഞങ്ങൾക്ക് മതി എന്ന് മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. പിന്നെയോ അല്ലേ, ദഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി വഅൻ സയ്യർത അഹ്മദ ലി നബിയ്യ. പിന്നെയോ രണ്ടാമത്തെ കാര്യം എന്നെ ഏറെ സന്തോഷിപ്പിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾക്ക് പ്രവാചകനാക്കി തന്നു എന്നതാണ്. ഈ രണ്ട് കാര്യം ആലോചിക്കുമ്പോഴും എനിക്ക് വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത ആത്മനിർവൃതിയാണ്, മനസ്സിന് വല്ലാത്തൊരു സുഖമാണ്, സ്വസ്ഥതയാണ്, സുഖമായി കിടന്നുറങ്ങാൻ പറ്റും, ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന തോന്നലാണുള്ളത്. അതുകൊണ്ട് ഞാൻ ആത്മാഭിമാനത്തിന്റെ വലിയ ലോകത്തെത്തിയിരിക്കുകയാണെന്ന് ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയാണ്. സത്യം പറഞ്ഞ ഈ ബോധമൊക്കെ നമുക്കുണ്ടോ? പുതിയൊരു വർഷം കഴിയുന്നു, അടുത്ത വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു, വീണ്ടും അടുത്ത വർഷം കഴിയുന്നു, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുന്നു. ഇതിങ്ങനെ എന്താ പറയാ, സൈക്ലിംഗ് ആയി നടക്കുന്ന ഒരു പരിപാടി, ചക്രികമായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു പരിപാടി ആയി മാത്രം നമ്മൾ കണ്ടിരിക്കുകയാണ്. അല്ലെങ്കിലും ജീവിതത്തിന് നമ്മൾ എന്ത് വിലയാണ് കൊടുക്കാറുള്ളത്? ഒരു വിലയും നമ്മൾ കൽപ്പിക്കാറില്ലല്ലോ, ഒരു വിലയും നമ്മൾ കൽപ്പിക്കാറില്ല. ഈ ജീവിതത്തിൽ ദുന്യവിയ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ദുന്യവിയായ ജീവിതത്തിൽ നമ്മൾ എന്ത് വിലയാണ്, നമ്മൾ എന്ത് കോസ്റ്റാണ് നമ്മൾ കാണാറുള്ളത്? ഒന്നുമില്ല, വട്ടപൂജ്യം, സീറോ, ഒന്നുമില്ല. അപ്പൊ ഓരോ വർഷവും പുതിയ വർഷം കടന്നു വരുമ്പോ നമ്മളുടെ മനസ്സിനെ മതിക്കേണ്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ് അതൊക്കെ. എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? എന്റെ എയിം, എന്റെ ലക്ഷ്യം എവിടെയാണ്? ഞാൻ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് നടത്തേണ്ട സമയമായിട്ടുണ്ട്. പാരത്രികം, അവിടേക്ക് നമ്മൾ എന്തൊരുക്കി വെച്ചു? ഏത് സുപ്രഭാതത്തിലാണ് മരണത്തിന്റെ മാലാഖ നമ്മളെ തേടി എത്തുക എന്ന് പറയാൻ പറ്റില്ല. അതെപ്പോഴുണ്ടാകും. മാലാഖമാരെ സ്വീകരിക്കാൻ നമ്മൾ എന്തൊരുക്കി വെച്ചു? ഒന്നുമില്ലാത്തവനായി ഒരു ബിഗ് സീറോയായി പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകാതിരിക്കാൻ ജീവിതത്തിൽ നമ്മൾ സുഹൃതങ്ങൾ ചെയ്തേ പറ്റൂ, ജീവിതത്തിൽ നമ്മൾ നന്മകൾ ചെയ്തേ പറ്റൂ. നന്മയുടെ ലോകമില്ലാതെ, സുഹൃതങ്ങളുടെ വഴികളില്ലാതെ, മഹാന്മാര് പാഥേയമൊരുക്കിയ വഴിയിൽ പാഥേയമൊരുക്കാതെ പാരത്രിക വിജയം ഒരിക്കലും എളുപ്പമാണെന്ന് നമ്മളാരും വിചാരിക്കേണ്ട. അല്ലെങ്കിലും പടച്ചതമ്പുരാനിലേക്ക് എത്താനുള്ള വഴി അത്ര എളുപ്പമൊന്നുമല്ല. നമ്മളങ്ങനെയാണ്, കുറുക്ക് വഴിയാണ് അന്വേഷിക്കാറുള്ളത്.
ഏത് വിഷയത്തിനും അങ്ങനെയാണ്. എല്ലാ വിഷയത്തിനും നമ്മൾ ആലോചിക്കൽ കുറുക്കു വഴിയാണ്, എങ്ങനെങ്കിലും എളുപ്പത്തിലെത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോന്ന്. അതുകൊണ്ട് കാര്യമില്ല. കുറുക്കു വഴികൾ നമ്മൾ അബദ്ധങ്ങളിലേക്കാണ് കൊണ്ടു ചാടിക്കുക. പടച്ച തമ്പുരാനിലേക്ക് എത്താൻ കുറുക്കു വഴികൾ ഇല്ലേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പടച്ചോന്റെ അടുത്തേക്ക് എത്താൻ കുറുക്കു വഴിയില്ല. റബ്ബിനെ സ്വീകരിക്കാൻ, റബ്ബിനെ കണ്ടുമുട്ടാൻ, ആത്മനിർവൃത്തിയോടുകൂടി റബ്ബിലേക്കൊരു സഫല യാത്ര നടത്താൻ നമ്മൾ ഒരുക്കം കുറിക്കണം പ്രിയപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെയാണ് പുതിയൊരു വർഷം കടന്നു വരുമ്പോ ആദ്യം ഒരു സെൽഫ് ആണല്ലോ, അപ്പൊ എന്നോടും പിന്നീട് നിങ്ങളോടൊക്കെ വസിയത്ത് ചെയ്യാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സജ്ജനങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂമി ലോകത്ത് എത്ര ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. അല്ലോ വിസ്പറൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശൈലി മാറ്റേണ്ടി വരില്ലേ? ഭൂമി ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചിട്ടുണ്ട്, പലതരത്തിലുള്ള ആളുകൾ അല്ലേ? ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടവരാണ്, മനസ്സിലാക്കിയവരാണ്, അറിഞ്ഞവരാണ്, ഉൾക്കൊണ്ടവരാണ്, ജീവിതം കണ്ടവരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹാന്മാരായ പണ്ഡിതന്മാർ, വിശ്വവിഖ്യാതരായ അറിവിന്റെ നിറകുടങ്ങളായ സാഗരങ്ങളായ ഇൽമിന്റെ ബഹർ തുളുമ്പി നിൽക്കുന്ന ഉന്നത ശീർഷനായ മഹാന്മാരായ പണ്ഡിതന്മാര്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആ തുടക്കമുള്ളതിലുള്ള പണ്ഡിതന്മാരെ കുറിച്ച് ഒന്നും വിലയിരുത്തി നോക്കൂ. എന്തൊരു ജീവിതാണ്! അത്ഭുതം തോന്നിപ്പോകും. ഇങ്ങനെയൊക്കെ ആളുകൾ ഭൂമി ലോകത്ത് ജീവിച്ചിരുന്നു എന്നതിൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. വല്ലാത്തൊരു ജീവിതമായിരുന്നു, വല്ലാത്തൊരു മാർഗമായിരുന്നു അവർ നമുക്ക് മുമ്പിൽ വഴി തെളിച്ചു തന്നത് അല്ലേ? എപ്പോഴും മുന്നിൽ നടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലേ? ഒരു വഴി പുതിയതായിട്ട് വെട്ടി തെളിച്ചുണ്ടാക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. വഴിയിലെ കാടും മുള്ളൊക്കെ വെട്ടി വൃത്തിയാക്കി അതൊരു വഴിയായി രൂപപ്പെടുത്താൻ അതിന് ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അത് ജീവിതം കൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു ബർക്കത, അവിടെ നിന്ന് തുടങ്ങിയ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഓരോരുത്തരെ കുറിച്ചും ഒന്ന് വിലയിരുത്തി നോക്കൂ. എത്ര സുന്ദരമായിരുന്നു ജീവിതം. ജീവിതം പച്ച പരമമായ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ മനോഹരമായി നിൽക്കുകയാണ്. എല്ലാവരുടെയും ചരിത്രം. ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനായ ഖുതുബി തങ്ങൾ, അങ്ങനെ ചരിത്രത്തിൽ ഉദ്ഘോഷിക്കപ്പെട്ട സമുന്നതരായ സമസ്തയുടെ ശീർഷകരായ അധികായകരായ പണ്ഡിതന്മാര്. വല്ലാത്തൊരു ലോകമാണ് നമുക്ക് കാണിച്ചു തന്നത്. ഈ സംഘടന എങ്ങനെയാണ് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ അവസ്ഥയൊക്കെ ചൊന്നാലോചിച്ച് നോക്കി. ബംഗാളിനേക്കാൾ എപ്പുറമാവും നമ്മളൊക്കെ അവസ്ഥ. അത് നമുക്ക് അള്ളത്ത് ചെയ്തത് ഏറ്റവും വലിയ വരദാനാണ്. ആ ജീവിതം കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ജീവിതം കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത്. ഓരോരുത്തരുടെയും ജീവിതം. CH ഹൈദറോസ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമായെയും SYS-നെയും മദ്രസ പ്രസ്ഥാനങ്ങളെയും ഒക്കെ വളർത്തി വലുതാക്കുന്നതിൽ ശക്തമായ പങ്ക് വഹിച്ചയാളായിരുന്നു മഹാനായ CH ഉസ്താദ്. എത്ര ലളിതമായ ജീവിതമായിരുന്നു, എത്ര സാരസമ്പൂർണമായിരുന്നു. ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കിയാല് ഒരു തിന്മയുടെ കടുകുമണി പോലും കാണാൻ കഴിയില്ല. ഒരാണു അളവ് അവർ വ്യതിചലിച്ചിട്ടുണ്ടാവില്ല. കാണാൻ പറ്റൂല, കണ്ടെത്താൻ പറ്റൂല നമുക്ക്. അങ്ങനെ ജീവിച്ച ആളുകളായിരുന്നു CH ഹൈദറോസ് മുസ്ലിയാർ, MM ബഷീർ ഉസ്താദ്, അങ്ങനെ നിഷ്കളങ്കരായ ഒരുപാട് പണ്ഡിതന്മാര്. അവര് നേരത്തെ പാരത്രിക ലോകത്ത് കണ്ട ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു ഫോഴ്സിലാണ് അവർ മുന്നോട്ട് പോയത്. കാരണം എപ്പോഴും മുന്നോട്ടൊരു ലക്ഷ്യം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തില് പിന്നെ പോക്കിനൊക്കെ ഒരു സ്പീഡ് കൂടുക. നമ്മൾ യഥാർത്ഥത്തില് ചുരുക്കി പറഞ്ഞ പിന്നങ്ങളെ ഒക്കെ അവസ്ഥ. നമ്മളൊരു ലക്ഷ്യമില്ല, ഒരു എയിമും ഇല്ല, ഒരു ഗോൾ സെറ്റിങ്ങും ഇല്ല, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ സ്വർഗം എന്ന് പറയുന്ന ഗോൾ സെറ്റ്, ആ ഒരു പോസ്റ്റിലേക്ക് പിന്നെ ഗോളടിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നടത്തിയിട്ടുള്ളത് ആ ഒരു വലിയ കാര്യമായിരുന്നു. അവർ പാരത്രികം മാത്രം ലക്ഷ്യം വെച്ച ആളുകളായിരുന്നു, നന്മ മാത്രം മുന്നോട്ട് കണ്ട ആളുകളായിരുന്നു. KT ഉസ്താദ്, ഞാനിപ്പോ ഇരിക്കുന്ന ഈ പ്രദേശം ഏറനാടിന്റെ മലയോര പ്രദേശമാണ്. KT ഉസ്താദിന്റെ സുന്ദരമായ ഓർമ്മകളൊക്കെ, ഉസ്താദിന്റെ ആ പാദചലനങ്ങളുമൊക്കെ അനുഭവിച്ച മണ്ണാണ്.
എനിക്കൊന്നും ഓർമ്മയുണ്ട് ഉസ്താദിന്റെ വഫാത്ത്. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാവുമ്പോ, ചെറിയ കുട്ടികളല്ല, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, അത് 10 കൊല്ലം മുമ്പല്ല, സ്റ്റേജിന് മുമ്പൊക്കെത്താൻ എപ്പോഴും ശ്രമിക്കും. മുമ്പിൽ എല്ലാവരും ഒന്നും ഇങ്ങനെ കാണാലോ, അതിനൊരു ഭംഗിയാണല്ലോ. സയ്യിദന്മാര് നേതാക്കന്മാരൊക്കെ ഒന്നും ഇങ്ങനെ അടുത്തിങ്ങനെ സ്റ്റേജിന് മുമ്പ് തന്നെ ഇങ്ങനെ കാണാൻ നല്ലൊരു രസമാണ്, അതിനൊരു ചന്താണ്. അങ്ങനെ കെ.ടി. ഉസ്താദിന്റെ അവസാനത്തെ വിടവാങ്ങൽ, ഫെയർവെൽ, അതൊക്കെ പിന്നെ എന്നും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ പിന്നെ മാറ്റം അതാവശ്യമാണ്. സമൂലമായ ജീവിത മാറ്റങ്ങൾ വേണം. ഒരൊറ്റ അനുഭവം കൊണ്ട് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റണം. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നത് അല്ലേ? ആത്മീയതയുടെ കൊടുമുടി കയറി ചൈതന്യ ഭൂമികയിലേക്ക് സുന്ദരമായി നടന്ന് ആത്മീയ സരണിയുടെ ഏറ്റവും ഉന്നത ശീർഷതയിലേക്ക് എത്തിച്ചേർന്നയാളാണ് മഹാനായ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. ഇന്ന് ഇത്ര ആകർഷിച്ചൊരു ചരിത്രം വേറെയില്ല. ഇത്ര ആകർഷിച്ച്, ഇത്ര സുന്ദരമായി, ഇത്ര സാരസമ്പൂർണമായിട്ടുള്ള ഒരു ചരിത്രം വേറെയില്ല. ഇലാഹി പ്രേമത്തിന്റെ ഏറ്റവും വലിയ അമൂർത്തമായൊരു രംഗം നമ്മുടെ മുമ്പിൽ ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു. എന്താണ്? കൊട്ടാരത്തിന്റെ താഴെ അദ്ദേഹം കാണുന്ന കാഴ്ചകൾ പലതാണ്. ഒരു യാചകനായ മനുഷ്യൻ അവിടെ നിന്ന് അയാൾ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അയാളുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നു, നമസ്കരിക്കുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. ഇങ്ങ് കൊട്ടാരത്തിന്റെ വെഞ്ചാമരം വീശാൻ തോഴിമാരുള്ള സേവകന്മാര് നിരനിരയായി നിൽക്കുന്ന, ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണങ്ങളുള്ള, ധരിക്കാൻ വസ്ത്രമുള്ള, ഏറ്റവും പ്രൗഢമായ ജീവിത രീതിയുള്ള ആൾക്ക് പോലും കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിനകത്ത് പോലും സമാധാനമില്ലാത്ത അന്തരീക്ഷമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് മാറ്റം എന്ന് പറയുന്നത്, ജീവിതത്തിൽ മാറ്റം എന്ന് പറയുന്നത്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന് ചരിത്രത്തിലുണ്ടായ മാറ്റം, അതാണ് മാറ്റം. അങ്ങനെയൊക്കെ മാറാൻ നമുക്ക് പറ്റണം. പുതിയൊരു വർഷം വരുമ്പോൾ, പുതിയൊരു വർഷത്തെ നമ്മൾ വരവേൽക്കുമ്പോൾ, അതിന്റെ 1-ാം ദിവസവും 2-ാം ദിവസവും ഒക്കെ കഴിഞ്ഞു പോകുമ്പോൾ, ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും തിരിച്ചു വരാത്ത ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചുകൊണ്ട് ദിവസം പറയുമത്രേ, അനയൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിനമാണ്, കണ്ടോ, നിനക്ക് വേണ്ടതൊക്കെ ചെയ്യാനുള്ള അവസരമാണ്. സൂര്യൻ പ്രദോഷ സമയമായി കഴിഞ്ഞാൽ, സൂര്യൻ പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും ഞാൻ തിരിച്ചു വരികയില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഞാൻ തിരിച്ചു വരികയില്ല എന്ന് ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് സ്വർഗത്തിലേക്കൊരു ഗോൾ സെറ്റിംഗ് ആണ് നടത്തേണ്ടത്. ഒരു സഫല യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഏത് സമയത്തും ഞാൻ ഇവിടെ നിന്ന് വിടവാങ്ങേണ്ടവനാണ് എന്ന ബോധത്തോട്, ഏത് സമയത്ത് ഖുറൂജ് അടിക്കാം എന്നുള്ള ബോധത്തോടു കൂടിയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.